ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സാമ്പാറുമായിട്ടാണ് വന്നേക്കുന്നത്. വറുത്തരച്ച ടേസ്റ്റൊക്കെയുള്ള ഒരു സാമ്പാർ. പക്ഷെ നമ്മൾ വറുത്തരയ്ക്കാതെ വളരെ ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, ചട്ടിയിലൊക്കെയാണ് നമ്മൾ അടുപ്പിലൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നാടൻ രീതിയിൽ ചട്ടിയിലൊക്കെ സാധാ അടുപ്പിൽ വെച്ചുണ്ടാക്കിയ ഒരു സാമ്പാറാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യമേ പരിചയപ്പെടാം. ഞാനിവിടെ പരിപ്പ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് കാണും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നെടുകെ കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്കൊരു വലിയ വെണ്ടയ്ക്ക, ഒരു കുഞ്ഞു വെണ്ടയ്ക്കായും കൂടി ഞാൻ റൗണ്ടിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഞാനിവിടെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്തൊക്കെയാണ് പൊടികൾ നോക്കാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് സാമ്പാർ പൊടി ഞാനിവിടെ ഏകദേശം ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ഞാൻ ഏകദേശം ഒരു 1.5 സ്പൂൺ അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഈക്വലാണ്, 1.5 സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾ വേണം. പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അറിയാം. വെളിച്ചെണ്ണ വേണം, പിന്നെ കടുക് വേണം. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഞാനിവിടെ പച്ചക്കറികളെല്ലാം നമ്മൾ സാമ്പാറിനുള്ള പരുവത്തിന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന പരിപ്പ് ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പും അതുപോലെ തന്നെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കായും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സാമ്പാറിൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചട്ടിയിലാണ് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സാധാരണയായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിപ്പിട്ട് കൊടുത്തു. ഇവിടെ ഞാൻ പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാമ്പാർ പൊടി ഒരു ശകലം മാറ്റി വെച്ചിട്ട്, ഒരു തുള്ളി നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സാമ്പാറിലെ പ്രധാന പൊടികൾ. ഇവിടെ ഇങ്ങനെ കഷ്ണത്തിൻ്റെ ഒപ്പം നമ്മളിത് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മളിതാ എല്ലാ പൊടികളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതാണ് കേട്ടോ, കാണാത്തതാണ്. പിന്നെ ഞാനിതാ പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു, 4-5 കഷ്ണം, ഏകദേശം 4 എടുത്തേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പച്ചക്കറിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. ഞാനിവിടെ ഉപ്പിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് അവനവൻ്റെയൊക്കെ അതിൻ്റെ ചാറൊക്കെ എങ്ങനെയാണ് അവർക്ക് വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇവിടെ തന്നെ നിങ്ങൾ ചട്ടിയിൽ കാണുന്നുണ്ടല്ലോ, അത് ഏകദേശം നിരപ്പായിരിക്കുന്ന അത്രയും വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നമ്മുടെ പൊടികളെല്ലാം കൂടെ ഒന്ന് ഉപ്പുമൊക്കെ കൂടെ ഒന്ന് ഒന്നിക്കുന്നത് പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയായി വരും. ഞാനിവിടെ സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചേക്കുവാണ്. ഇനി ജസ്റ്റ് തിളയ്ക്കുന്ന വരെ ഉള്ളൂ സ്റ്റൗവിൽ. അത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഞാനിത് വിറകടുപ്പിലേക്ക് മാറ്റും. ഇത് മുഴുവൻ വെന്ത് വരണമെങ്കിൽ കുറേ ഗ്യാസ് ആകും, നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് വിറകടുപ്പിലേക്ക് മാറ്റും. ഞാനിത് അവിടെ എല്ലാം ചട്ടി വെച്ചിട്ട് ഞാൻ മൂടി കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ അടപ്പ് വെച്ച് മൂടി നമുക്കിനി ഏകദേശം ഒരു 10-20 മിനിറ്റ് ഏകദേശം വയ്ക്കുമ്പോഴത്തേനും പകുതി അത് വെന്തിരിക്കും. നമ്മുടെ സാമ്പാർ വിറകടുപ്പിലൊക്കെ ഇരുന്ന് ഒരു പാതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും ഉണ്ട്, വെണ്ടയ്ക്കായും ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സമയത്ത് വേണം ഇത് ആഡ് ചെയ്യാൻ. ഈ സമയത്ത് ആഡ് ചെയ്താൽ മാത്രമേ ഇത് നമ്മൾ സാമ്പാർ വെച്ച് ചെയ്യുമ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇത് നമ്മൾ കുറച്ച് മാത്രം വെന്ത് ഉടഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മൾ ഈ സമയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി നമ്മൾ കൊടുക്കണം. ഇളക്കിയിട്ട് ഇതും എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റ് അത്രയും സമയമൊക്കെ ആകുമ്പം ഇതും കൂടെ വെന്ത് വരും. ഇതുകൂടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ സമയത്ത് പരിപ്പൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഒരുപാട് വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, ചാറൊക്കെ നമ്മൾ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മളിത് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. സാമ്പാർ പറ്റി നമ്മൾ ഇട്ടിരിക്കുന്ന തക്കാളിയും അതുപോലെ വെണ്ടയ്ക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സാമ്പാർ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ വേണ്ട കടുക് ഞാൻ കടുക് തളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ സാമ്പാറിന് എങ്ങനെയാണ് കടുക് പൊട്ടിക്കുന്നത്. പക്ഷേ അവസാനം ഒരു ഭാഗം മാത്രം വ്യത്യാസമുണ്ട്. ഇത് എണ്ണയൊക്കെ ചൂടായി ഞാൻ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ വറക്കുന്ന പോലെ, അതെന്ത് ചെയ്യണം, ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2-3 വത്തലമുളക് എന്ത് ചെയ്യണം, കുഞ്ഞായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് അടുത്തത് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ സവോള ഇപ്പോൾ ഇതാ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഒത്തിരി ചുമന്ന് കരിഞ്ഞൊന്നും പോകരുത്. നമ്മൾ ആ കടുക് വറക്കുന്ന ഒരു രീതിയിലൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ ജസ്റ്റ് ഒരു തവിയും കൊണ്ടൊന്ന് അടിയിലൊന്നും പിടിക്കാതെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇപ്പോഴേ നമ്മൾ ഇതിനകത്തേക്ക് വറ്റൽമുളക് ഇടരുത്. കാരണം ഈ സമയത്ത് വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ വറ്റൽമുളക് പെട്ടെന്ന് കറുത്ത് പോകും. ഇത് ഉള്ളി മൂക്കാൻ സമയം എടുക്കുകയും ചെയ്യും. നമ്മൾ എന്തെന്ന് വെച്ചാൽ സാവകാശം ഇതൊന്ന് പകുതി ആയതിനു ശേഷം നമ്മൾ ഈ ഒരു സ്റ്റേജ് ഉണ്ടോ, ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതാ വറ്റൽമുളകും ഇട്ടിട്ട് വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ നിറമൊക്കെ ഈ നിറം ഒന്ന് മാറി ഒരു വേറൊരു കളറാകുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യണം, നമ്മൾ അത് ഇളക്കി നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട. ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും ഒരു മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിക്കുമല്ലേ. എന്നാൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതല്ല. ഇവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സാമ്പാർ പൊടി ഇതാ ഞാൻ ഇതിനകത്തോട് ഇട്ട് കൊടുത്തേക്കുക. നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാമ്പാർ പൊടി അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നമ്മളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിങ്ങനെ കടുക് താഴ്ത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കറി റെഡിയാകും. ആ സാമ്പാർ കറി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാമ്പാർ എന്തൊക്കെ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം.